നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എമ്പുരാൻ ആൻഡ് ബസൂക്ക എന്ന ചിത്രത്തിന്റെ സംഭവമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അടിപൊളി കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഇരുത്തും ശരിയാവില്ല. നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ബസൂക്ക ഹൈ വോൾട്ടേജ് ട്രെയിലറാണ് ഇന്ന് 8 മണിക്ക് വരാൻ വേണ്ടി പോകുന്നത്. മമ്മൂക്ക ഫാൻസിന് അടിമുടി ഗംഭീരമാക്കി തിമിർക്കാനുള്ള വകുപ്പ് ആ ഒരു ട്രെയിലറിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ബസൂക്കയും അതോടൊപ്പം തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ്. സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ആദ്യത്തെ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ മാത്രം 50 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിക്കത്തെ അപ്ഡേറ്റുകൾ പ്രകാരം സിനിമയുടെ ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ 68 കോടി 50 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഇന്നത്തെ സിനിമയുടെ ടോട്ടൽ പ്രീസെയിൽ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് ചിത്രത്തിന്റെ ആകെയുള്ള ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ 75 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. സംഭവം ചരിത്ര ബഹുലമായിട്ട് തന്നെയാണ് ലാലേട്ടൻ ആൻഡ് പൃഥ്വിരാജ് ടീം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ മാറ്റിയിരിക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുക എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷവും മുന്നേയുമായിരിക്കും. ഇപ്പോൾ ഇതാ മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. ഓവർസീസിലും അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും കൂടെ 72ഓളം ഫാൻസ് ഷോകളാണ് കേരളത്തിൽ കൂടാതെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെത് നടക്കുന്നത്. നാളെ രാവിലെ 6 മണിക്കാണ് സിനിമയുടെ കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത്. വരവേൽക്കാൻ ഇങ്ങനെ ആരാധകർ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മമ്മൂക്കയും ആശംസ അർപ്പിക്കുന്ന ഒരു സ്നേഹ പോസ്റ്റർ മമ്മൂക്ക ഇന്ന് ട്വിറ്ററിലും അതോടൊപ്പം തന്നെ FBയിലും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ആരാധകരും പൃഥ്വിരാജും ആരാധകരൊക്കെ വളരെ സ്വീകാര്യതയോടെയാണ് ആ ഒരു പോസ്റ്ററിനെ നോക്കി കണ്ടത്. അങ്ങനെ എന്തുകൊണ്ടും മമ്മൂക്ക ലാലേട്ടൻ ബന്ധം ഇങ്ങനെ ദൃഢമായിട്ട് പോവുകയാണ്. എമ്പുരാൻ എന്ന ചിത്രത്തിന് നാളെ ആദ്യ ഷോ കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് വേൾഡ് വൈഡിൽ നിന്നും വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ വളർച്ച നമുക്ക് ഇന്ത്യയിലെ തന്നെ അന്യഭാഷയിലെ ലാംഗ്വേജുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇവിടെ വന്നിട്ട് അല്ലു അർജുനും വിജയും അതുപോലെ സൽമാൻ ഖാനും അമീർ ഖാനും എല്ലാം ഇവിടെ വന്നിട്ട് വലിയ കളക്ഷൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സിനിമ അവരുടെ നാട്ടിൽ പോയിട്ട് വലിയ കളക്ഷൻ ഉണ്ടാക്കട്ടെ. അങ്ങനെ വലിയ വിജയമാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. നാളെ തിയേറ്ററിൽ എത്തുമ്പോൾ വലിയ സസ്പെൻസുകളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ആരാധകർ തിയേറ്ററിൽ എത്തുന്നത്. എന്നാൽ ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക സിനിമയാണ് ബസൂക്ക. 2 ആഴ്ച വ്യത്യാസത്തിലാണ് മമ്മൂക്ക ലാലേട്ടൻ ക്ലാഷ് ആയിട്ട് തിയേറ്ററിൽ എത്തുന്നത്. ഇപ്പോൾ ഇത് ആ ഒരു സിനിമയുടെ ട്രെയിലർ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഹൈ വോൾട്ടേജ് സാധനമാണ് നമുക്ക് 8 മണിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിലർ വന്നതിന് ശേഷം പറയാം. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഒരു ഇൻസൈഡ് റിപ്പോർട്ട് കിട്ടി. ഹൈ വോൾട്ടേജ് ഐറ്റം ആണ് വരാൻ വേണ്ടി പോകുന്നത്. BGM ഒക്കെ വേറെ ലെവലാണ്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നേടുന്ന സിനിമ തന്നെയായിരിക്കും ബസൂക്ക എന്ന് പറയുന്ന സിനിമ. മമ്മൂക്ക ഫാൻസിനെ എല്ലാം ചില ആളുകൾ അവിടെയും ഇവിടെയൊക്കെ മമ്മൂക്ക സിനിമകളുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് താറടിക്കുന്നത് നമുക്ക് അവിടെയും ഇവിടെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ പൊളിച്ചു അടുക്കുന്ന ഒരു ബോക്സ് ഓഫീസ് വേട്ട തന്നെയായിരിക്കും ബസൂക്ക ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുക. കുറിച്ചിട്ടോളൂ, വലിയ വിജയം തന്നെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കും. അത്തരത്തിലുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ടും ആ ഒരു സിനിമയെ ചൊല്ലി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 2.5 വർഷത്തോളം സമയമെടുത്ത് പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോയ സിനിമ ബസൂക്ക. ചില സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു സമയമുണ്ട്, നല്ല വശമുണ്ട്. ഏറ്റവും നല്ല സമയം ബസൂക്കക്ക് ഇത് തന്നെയാണെന്ന് വിശ്വസിച്ച് അണിയറ പ്രവർത്തകർ തിയേറ്ററിൽ എത്തുമ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ 2 ആഴ്ച മുന്നേ ബസൂക്കക്ക് മുന്നേ തിയേറ്ററിൽ എത്തുന്നു. 2 ആഴ്ചക്ക് ശേഷം മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ എമ്പുരാന് ശേഷം തിയേറ്ററിൽ വരുമ്പോൾ 2 സിനിമകളും തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കട്ടെ എന്നാണ് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് പറയാനുള്ളത്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് ജിനു എൻട്രി എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ വീണ്ടും എത്തും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.